ഞാനൊരു ജനറൽ പബ്ലിക് എന്ന നിലയിൽ ഒരു കൺസേൺ പറയാ. പണ്ട് നമ്മളൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുമ്പോൾ മെയിൻലി നമ്മൾ അഫോർഡബിലിറ്റി നോക്കും, ആക്സസിബിലിറ്റി നോക്കും, സേഫ്റ്റി നോക്കും. പക്ഷെ ഇപ്പൊ വലിയൊരു കൺസേൺ എന്താന്ന് വെച്ചാൽ ഒരു സർജറി ചെയ്ത് തിരിച്ചു വരുമ്പോ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസ് അവിടെ തന്നെ ഉണ്ടാവോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പേടി ഇപ്പൊ ജനങ്ങളിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നറിയോ, നമ്മൾ ഈ ഇതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രബോധത്തിന്റെ അഭാവവും ചിലപ്പോഴൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു കണ്ണാടി പെട്ടിയിൽ നിന്ന് ഒരു നെയ്യപ്പെടുത്ത് മാറ്റുന്നില്ല, കിഡ്നി അടിച്ച് മാറ്റാൻ പറ്റും എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ, അത് അങ്ങനെയൊന്നും അല്ല. അതൊക്കെ ഈ യഥാർത്ഥത്തിൽ ചിലപ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നറിയോ, മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ തന്നെ ഈ ആർട്സ് വിഷയങ്ങൾ പാസ്സായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ജേർണലിസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അവര് വളരെ ലളിതമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്ന കിഡ്നി അടിച്ചങ്ങ് മാറ്റി. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് ഡോക്ടറുടെ ട്രസ്റ്റാ. ഒരു ഡോക്ടർക്ക് ചികിത്സിക്കണമെങ്കിൽ ദൈവാനുഗ്രഹവും വേണം, രോഗിയുടെ ട്രസ്റ്റും വേണം. ഇത് രോഗിയുടെ വിശ്വാസം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കാര്യം പറഞ്ഞോട്ടെ. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഇന്ന് ഇഡിയുടെ റെയ്ഡ് നടന്നിട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞിട്ട് ഇവര് പറയാം, ഞാൻ പറയാം. ഇഡി റെയ്ഡ് നടന്നിട്ടുണ്ട്. ഇത് നടക്കുന്നത് എന്താ പറഞ്ഞുതരാം. ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് ഒരിക്കലും ഒരു സർജൻ ഒന്നും വെറുതെ ഊരി കൊണ്ടുപോകാൻ പറ്റില്ല. എസ്റ്റീം സർജൻ എൻ്റെ കൂടെ ഉണ്ട് ഇവിടെ. എന്താ നടക്കുന്നുണ്ട്, ഇതിന് വേറെ റാക്കറ്റ് ഉണ്ട്. ഈ റാക്കറ്റിൽ എങ്ങനെ നടക്കുന്നത്, അതിൽ ഡോക്ടറിന് പലപ്പോഴും ബന്ധം ഉണ്ടാവില്ല. ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എപ്പോഴും ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക, യങ് ആയിട്ടുള്ള അവർ ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും, ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടിലായിരിക്കും. അവരെ വേറെ ഏതൊരു ഓഫ് സൈറ്റ് ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് അവർക്ക് മേ ബി ഒരു 2 lakhs കൊടുക്കും, മനസ്സിലായി. എന്നിട്ട് അത് കിഡ്നി എടുത്തിട്ട് 25 lakhs മറച്ചു വെക്കും. അത് റാക്കറ്റ് ആണ്. പക്ഷെ അത് എസ്റ്റീംഡ് ആയിട്ടുള്ള സർജൻസിന്റെ പുറത്തുങ്ങൾ ഇടല്ലോ. അല്ല, എസ്റ്റീംഡ് ആയിട്ടുള്ള സർജൻസ് പുറത്ത് ഇടല്ലോ. കാരണം ഇതിലൊന്നും എസ്റ്റീംഡ് ഹോസ്പിറ്റൽസും ഇവരൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.